ഒരു മനുഷ്യന് മാത്രമേ ഇത്രമേൽ അധപ്പതിക്കാൻ കഴിയുള്ളൂ. 2-3 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെയാണ് ഇങ്ങനെ കാല് തിരിച്ച് ഒടിച്ച് വെച്ചിരിക്കുന്നത്. അതായത് ഭർത്താവിന്റെ പെങ്ങള് ചെയ്ത പരിപാടിയാണ്. വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ചെയ്യുന്നോ, കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിക്കുമെന്നോ ഇവർ കരുതിയില്ല. എങ്കിലും ഒരു സംശയത്തിന്റെ പേരിൽ ആരും അറിയാതെ റൂമിന്റെ ഉള്ളിൽ ക്യാമറ വെച്ചു. ആ ക്യാമറയിലാണ് ദൃശ്യങ്ങൾ പതിഞ്ഞത്. ഈ കുഞ്ഞിനെ പിടിച്ച് ഒടിച്ച് കാല് മടക്കി, അത്രമേല് ദാരുണമായ ഒരു കാര്യം ഭർത്താവിന്റെ പെങ്ങള് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു വീട്ടിൽ നിന്നാണ് എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടത്. സഹിച്ചിനിയും നിന്നിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞിനെ ജീവനോടെ ഉയിരോടെ എനിക്ക് ഒരിക്കലും കിട്ടില്ലായിരുന്നു. സൈകെട്ട് ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയി. ഞാൻ അവിടുന്ന് ഇറങ്ങി പോരുന്നത് വരെ ഞാൻ ഇതൊക്കെ സഹിക്കേണ്ടി വന്നു. കുഞ്ഞിനെയും കൊണ്ട് അന്ന് ഞാൻ പോന്നിട്ടില്ലായിരുന്നെങ്കിൽ ഇതിനേക്കാൾ ദാരുണമായിട്ടുള്ള അവസ്ഥയും കാര്യങ്ങളും എല്ലാവരും കാണേണ്ടിയും അറിയേണ്ടിയും വന്നേനെ. അതുപോലൊരു വീട്ടിൽ നിന്നാണ് ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് രക്ഷപ്പെട്ട് വന്നിരിക്കുന്നത്. പക്ഷെ അവരപ്പോൾ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾക്കൊക്കെ മക്കളില്ലേ, ഞങ്ങളൊക്കെ എങ്ങനെ ചെയ്യുമോ എന്നുള്ളതാണ്. പറയുമ്പോൾ അവർക്കൊക്കെ മക്കളുണ്ടാവും, അവരുടെ മക്കൾ നന്നായിട്ട് നോക്കുന്നവരും ആയിരിക്കും. പക്ഷെ ആങ്ങളയുടെ കുട്ടി എന്ന് പറയുമ്പോൾ ഈ പറയുന്ന മക്കൾ പരിഗണനൊന്നും ചിലർ കൊടുക്കൂല. അത്ര മോശമായിട്ടാണ് ആങ്ങളയുടെ മക്കളെടുത്ത് പെരുമാറുക. ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ പോലും എനിക്ക് മേലാകെ വരച്ചിട്ട് വയ്യ. ആ സ്ഥാനത്ത് ഞാൻ എൻ്റെ കുഞ്ഞിനെയാണ് കാണുന്നത്. ഇത്രയും എൻ്റെ കുഞ്ഞിനെ വരെ ഉപദ്രവിക്കുന്ന ഒരവസ്ഥയെന്നാണ് ഞാൻ കയറി വന്നേക്കുന്നത്. കാരണം അത്രയ്ക്ക് ഞാൻ അനുഭവിച്ചു. എനിക്കിത് കണ്ടിട്ട് സഹിക്കുന്നില്ല. ഒരമ്മയ്ക്കും അല്ലെങ്കിൽ മനസാക്ഷിയുള്ള ഒരാൾക്കും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇന്ത്യൻ ഭരണഘടനയിലുള്ള പരമാവധി ശിക്ഷ ഇവർക്കൊക്കെ കൊടുത്താൽ മാത്രമേ ഇതിനി കുറയുള്ളൂ. പക്ഷെ അന്നത്തെ അവസ്ഥയിൽ ഇത് ക്യാമറ വെച്ച് പിടിക്കാനും തെളിവുകളൊന്നും മറ്റുള്ളവരെ മുന്നേ കാണിക്കാനും ബുദ്ധിബോധം എനിക്കില്ലാത്തതിനെ കൊണ്ട് ഞാൻ കുഞ്ഞിനെയും കൊണ്ട് ഓടി രക്ഷപ്പെടുകയാണ് ഞാൻ ചെയ്തത്. അതുകൊണ്ട് ഇപ്പം ഞാനും കുഞ്ഞും ജീവിച്ചിരിപ്പുണ്ട്. ദയവ് ചെയ്ത് എല്ലാ വീട്ടുകാരും എല്ലാ ഭർത്താവിന്റെ പെങ്ങന്മാരും ഇങ്ങനെയാണ്, അല്ലെ ഭർത്താവിന്റെ അനിയന്റെ ഓളന്മാർ ഏട്ടന്റെ ഓളന്മാർ ഇങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. ഒരു കണ്ണ് വെക്കുന്നത് നല്ലതാ അവനവന്റെ മക്കളെ മേല്.